കൊതേരി LP സ്കൂൾ ഒരു ഗ്രാമീണ വിദ്യാലയം ആഗോള നിലവാരത്തിലേക്ക് കുതിക്കുന്ന ആവേശകരമായ കഥയുടെ കയ്യൊപ്പാണത്. 60-ൽ താഴെ വിദ്യാർത്ഥികളും 5ഓളം അധ്യാപകരുമായി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ കൊതേരി LP സ്കൂൾ ഇന്ന് കേരളത്തിലെ പ്രാഥമിക വിദ്യാലയങ്ങളുടെ ഭൂപടത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മാതൃകാ സ്ഥാപനമാണ്. വാണിജ്യ സംരംഭങ്ങൾ ഏറ്റെടുത്ത് വിജയിച്ചവരുടെ പട്ടികയിൽ ഒരു സാധാരണ സർക്കാർ എയ്ഡഡ് സ്കൂളിന്റെ മുഖച്ഛായ മാറ്റിയ യുവ സംരംഭകനായി ഷുഹൈബ് കൊതേരി എന്ന ചെറുപ്പക്കാരൻ നടന്നു കയറിയ ചരിത്രം കൂടിയാണത്. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് ഒരു നാടിന്റെ വൈജ്ഞാനിക കുതിപ്പിന് പുതുമുഖം ചാർത്തിയ ചെറുപ്പക്കാരൻ ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലത്ത് ഗ്രാമഭരണാധികാരിയായിരുന്ന RK കുഞ്ഞിരാമൻ നമ്പ്യാർ 1929-ൽ സ്ഥാപിച്ചതാണ് കൊതേരി LP സ്കൂൾ. സാമ്പത്തികമായി പിന്നാക്കം നിന്നിരുന്ന പ്രദേശവാസികളുടെ ഏക ആശ്രയ കലാലയം. 1993-ൽ സ്കൂളിന് സ്ഥിര അംഗീകാരം ലഭിച്ചുവെങ്കിലും കാലഘട്ടത്തിനനുസരിച്ചുള്ള നവീകരണമോ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂളിനെ കൈയൊഴിഞ്ഞു തുടങ്ങി. 95 വർഷം പഴക്കമുള്ള തന്റെ പ്രാഥമിക വിദ്യാലയം ഇല്ലാതാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഷുഹൈബ് 2017-ൽ സ്കൂൾ ഏറ്റെടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം ചരിത്രം. കേരളത്തിലെ മികവുറ്റ വിദ്യാലയമെന്ന ഖ്യാതി നേടി കൊതേരി LP സ്കൂൾ പുതിയ മാറ്റങ്ങളിലേക്ക് ചുവടുവയ്ക്കുന്നു. ഇന്ന് 600-ലേറെ വിദ്യാർത്ഥികളും 30 പ്രഗത്ഭരായ അധ്യാപകരുമുള്ള ജില്ലയിലെ ഏറ്റവും വലിയ പ്രാഥമിക കലാലയമായി കൊതേരി LP സ്കൂൾ മാറിക്കഴിഞ്ഞു. 11 വാഹനങ്ങളും ഡ്രൈവർമാരും 6 ആയമാരും പാചക തൊഴിലാളികളും മറ്റു സഹായികളുമായി 50ഓളം പേരുടെ ജീവിതം കൂടി സ്കൂളിന്റെ ഉയർത്തെഴുന്നേൽപ്പോടെ തളിർത്തു വന്നു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും കലവറയില്ലാത്ത പിന്തുണയിൽ പുതിയ ആകാശങ്ങൾ തേടുകയാണ് കൊതേരി LP സ്കൂൾ. 1000 വിദ്യാർത്ഥികൾ എന്ന സ്വപ്നത്തിലേക്ക് ഈ വർഷം കടക്കാനാകുമെന്ന് മാനേജർ ഷുഹൈബ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പാഠ്യേതര വിഷയങ്ങളിലും മികച്ച പരിശീലനം നൽകുന്നുണ്ടിവിടെ. LSS പരീക്ഷാ വിജയികൾക്കൊരുക്കിയ ആകാശയാത്രയ്ക്ക് മാധ്യമങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തകരും നൽകിയത് വലിയ പ്രോത്സാഹനം. LSS നേടിയ കുട്ടികള്, നമ്മുടെ സ്റ്റാഫ് അംഗങ്ങള്, അതുപോലെ അവരെ രക്ഷിതാക്കള് എല്ലാവരും അവരാഘോഷത്തിൽ പങ്കുചേർന്ന് തിരുവനന്തപുരത്തേക്ക് കണ്ണൂരിൽ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ പോയി. അതുപോലെ ആ രീതിയിൽ ഇനി വരുന്ന വർഷവും LSS കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞതാണ്, LSS നേടിയ തീർച്ചയായും ഞങ്ങൾ ഫ്ലൈറ്റിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലെല്ലാം പോകും. അപ്പൊ നമ്മുടെ മക്കള് ഫുള്ള് ഹാപ്പിയാണ്. നിങ്ങൾ ഈ ക്യാമ്പസ് നോക്കിയാൽ മനസ്സിലാവും. ഒരു കരയുന്ന പോലെ ഒരു മോണ്ടിസോറി 2.5 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ 2.5 വയസ്സ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, ഒരു കരയുന്ന ഒരു കുട്ടിയെയും ആർക്കും കാണാൻ സാധിക്കില്ല. കുട്ടികൾ ഹാപ്പിയാണ്. ഞാൻ മാനേജറായിട്ടല്ലേ ഇവരോട് പെരുമാറുന്നത്. ഫ്രണ്ട്ലി ആയി പെരുമാറുമ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. സ്കൂളിൽ നടക്കുന്ന ചടങ്ങുകളെല്ലാം വൻ ജനപങ്കാളിത്തമുള്ള പരിപാടികളാക്കി മാറ്റുകയാണ് നാട്ടുകാർ. കൊതേരി സ്കൂളിന്റെ ചുവട് പിടിച്ച് മട്ടന്നൂർ ആയിത്തറ LP സ്കൂളിലും സമാനമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഷുഹൈബ് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി സ്കൂൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഗ്രാമീണ മേഖലകളിൽ ആഗോള നിലവാരത്തിലുള്ള സൗകര്യത്തോടെ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരമാണ് തന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് ഷുഹൈബ് പറയുന്നു. മട്ടന്നൂരിൽ അന്താരാഷ്ട്ര എയർപോർട്ടിന് സമീപത്തായി ഒട്ടേറെ വിദ്യാഭ്യാസ പരിശീലന സൗകര്യങ്ങൾ സമ്മേളിക്കുന്ന ഒരു എഡ്യൂസിറ്റി സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും ഷുഹൈബ് പറഞ്ഞു. കൊതേരി സ്കൂളിന് പുതുജീവൻ നൽകാനായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി നിരവധി പുരസ്കാരങ്ങളാണ് ഷുഹൈബിനെ തേടിയെത്തിയത്. E. അഹമ്മദ് യുവ പ്രതിഭാ പുരസ്കാരം കൊതേരി LP സ്കൂൾ മാനേജർ ഷുഹൈബ് കൊതേരി ഏറ്റുവാങ്ങി. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് പുരസ്കാരം സമ്മാനിച്ചു. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ധിഷണാശാലികളായ നേതൃത്വമുണ്ടായാൽ വാണിജ്യ വ്യവസായ മേഖലകൾ മാത്രമല്ല, പ്രാഥമിക വിദ്യാലയങ്ങൾ പോലും ലോക നിലവാരത്തിലേക്ക് കുതിക്കും എന്നതിന് ഒരൊറ്റ ഉദാഹരണം മാത്രം മതി: കൊതേരി LP സ്കൂൾ.